ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് LDL കൊളസ്ട്രോൾ ടെസ്റ്റിനെ പറ്റിയാണ്. LDL അഥവാ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇതിനെ നമ്മൾ ബാഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇത് പ്രധാനമായിട്ടും ഇതിൻ്റെ അളവ് ശരീരത്തിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുകയും ക്രമേണ ബ്ലഡിൻ്റെ ഫ്ലോ തടസ്സപ്പെടുത്തുകയും അത് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലെയുള്ള അവസ്ഥകൾക്ക് കാരണമാകുന്നു. അതേപോലെ തന്നെ രക്തക്കുഴലുമായി ബന്ധപ്പെട്ട പല രോഗങ്ങൾക്കും ഇത് കാരണമായി മാറുന്നു. അതിനാൽ തന്നെയാണ് ഇതിനെ ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ബ്ലഡിലെ നോർമൽ റേഞ്ച് എന്ന് നോക്കാം. ലെസ് ദാൻ 100 mg/dL ആണ് ഇതിൻ്റെ നോർമൽ റേഞ്ച്. അതായത് 100 mg/dL അകത്തായിരിക്കണം ഇത് ഉണ്ടായിരിക്കേണ്ടത്. 100 മുതൽ 129 അകത്താണ് വരുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റും. 130 മുതൽ 159 അകത്താണ് വരുന്നതെങ്കിൽ ബോർഡർ ലൈൻ ഹൈ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. 160 മുതൽ 189 അകത്താണ് വരുന്നതെങ്കിൽ ഹൈ കൂടുതലായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നു. 190 മുകളിലാണ് LDLൻ്റെ വാല്യൂ വരുന്നതെങ്കിൽ വെരി ഹൈ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതാണ് LDL കൊളസ്ട്രോളിൻ്റെ ഒരു നോർമൽ ലെവൽ എന്ന് പറയുന്നത്. ഇനി LDL കൊളസ്ട്രോൾ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് നോക്കാം. LDL കൊളസ്ട്രോൾ ബ്ലഡ് ടെസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് വഴിയോ ഇതിൻ്റെ ബ്ലഡിലെ അളവ് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇതിൻ്റെ അളവ് ശരീരത്തിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാച്ചുറേറ്റഡ് ഫാറ്റ് ഒഴിവാക്കാൻ നോക്കുക. അതായത് ബേക്കറി ഐറ്റംസ്, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഐറ്റംസൊക്കെ കുറയ്ക്കുക. അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡ് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. നട്ട്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. രണ്ടാമത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. വെയിറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക, വെയിറ്റ് ലോസ് ചെയ്യുക. സ്മോക്കിംഗ് ഉള്ളവരാണെങ്കിൽ സ്മോക്കിങ് ഒഴിവാക്കുക. ഇനി കൂടുതലായി LDL കൊളസ്ട്രോൾ കാണിക്കുകയാണെങ്കിൽ ഡോക്ടറുടെ സഹായത്തോടെ മെഡിസിൻസ് യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് LDL കൊളസ്ട്രോളിൻ്റെ അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.